നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷം. നമുക്കൊരു ആളുണ്ട് ഈ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് സുലു. ഫീമെയിലാണ്. അതിലുപരി അദ്ദേഹമാണ് ഇവരെ സംരക്ഷിക്കുന്ന പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം, പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ത് കൊച്ചു അതിഥിയെ കണ്ടാലും അപ്പോഴദ്ദേഹം കുരയ്ക്കും. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താണ് പേര്? അനന്തു. ഇതെവിടെ മക്കളെ കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്ത് കണ്ടു. പോയിട്ടില്ല. ആ സമയത്ത് ഇതിനകത്തുണ്ട്. ഓ അടിപൊളി. ആനന്ദേ, മക്കൾ അതിനകത്ത് ക്ലോസറ്റ് ഉണ്ടോ? ഉണ്ടോ? തുറന്നിടക്കാണോ? സീൽഡ് ചെയ്യാനാണ്. ഓ അപ്പോൾ ഉറപ്പാണ് തുറന്നിട്ടില്ല. തുറന്നാൽ കിട്ടത്തില്ല. അപ്പോൾ അടപ്പം പക്കയാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാം വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് ഒരു ബാത്റൂമാണ്, പഴയ ഒരു ബാത്റൂമാണ്, പക്ഷേ ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ എനിക്ക് ഞെട്ടി താഴത്തെ ഹൈറ്റ്, എൻ്റെ അമ്മ ഹൈറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കണം. കാരണം ഇവിടെ നിന്നൊരു സാധനം ഇന്ന് താഴെ വീണ പപ്പടം പോലെ ഇപ്പോൾ ഏത് അതിഥി എന്ന് കൊണ്ടാലും ചത്തു. നമ്മൾ വീണാൽ പിന്നെ പറയണ്ട, എല്ലാം കൂടെ തൂത്തുവാരി എടുക്കാനേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാണല്ലോ, ഇതുപോലെയൊക്കെ വരുമ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. അവസരം കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പഴയ പണിയൊക്കെ ഒന്ന് ഓർമ്മ. തട്ടുപണിക്ക് മേശയ്ക്ക് പണി സമയത്ത് അടി ഇറക്കുന്നൊരു പരിപാടി. സൂപ്പർ, നല്ല വാള് കേട്ടോ അത്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വെയിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഈ ഹോളിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ കയറി അകത്തിരിക്കും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടല്ലേ എന്തായിരുന്നാലും ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇതിനകത്തില്ല. നമ്മൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ സൗണ്ട് ഇവിടെ അനങ്ങും ഇല്ല, അനങ്ങുന്നില്ല. വളം ആട്ടും കാഷ്ടമൊക്കെ. എന്തായാലും നമ്മൾ അത്രയും സാധനം മാറ്റി, പക്ഷെ കാണുന്നില്ല. അത് ഇന്നുകൊണ്ട് 2 പലവള മാത്രമേ ഉള്ളൂ. ഒയ്യോ, ഇതാ നോക്കി, ഞാനിത് ശ്രദ്ധിച്ചില്ല. അതാക്കി ഞാൻ ഇവിടെ കാണുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക്. ഇതാ നോക്കി, ആ തടിയുടെ അടിയിൽ. പക്ഷെ കണ്ടാൽ ഒരിക്കലും നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ഞാനിപ്പോൾ അടുത്ത് ഇത് ചവിട്ടി അകത്തോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. നമുക്കിതാ എന്തായാലും എൻ്റെ അമ്മോ കീടുക്കാച്ചേരാണല്ലോ. ഇത് നോക്കി, ഈ കളർ തന്നെയാണ് കണ്ടത്. എൻ്റെ അമ്മ കീടുക്കാച്ചേരാണ് ആണല്ലോ ചേനത്തണ്ടൻ. എനിക്കിനി അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും വലുതാണെന്നാ എൻ്റെ അമ്മ. നോക്കി, ഇതാ പോണു എൻ്റെ അമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതിശയം വരും. കാരണം ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ ഒളിച്ചിരിക്കുന്നതാണോ. ഇത് നോക്കി, ഒരു അണലിയുടെ സൈസ് ഊറ്റം നോക്കി. ഇതൊക്കെ സാധാരണ ഇതൊക്കെ മനുഷ്യർ തൊട്ട ബാക്കിയുണ്ടോ?
സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. ഇന്നലെയും മെനിങ്ങാന്നും നാലാന്നൊക്കെ അണലി കടിയുടെ ഒരു 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 ദിവസങ്ങളായിരുന്നു. കാരണം ഒരു കൊച്ചു കുട്ടിക്ക് ഉൾപ്പെടെ കടിയായിട്ട് 13 വയസ്സ് 9 വയസ്സുള്ള ആൾക്കാർ കടിയായിട്ട് കൂടുതലും കടിയെടുക്കുന്നതെന്നറിയാം ഈ എന്താ പറയുക ഹംബിനോസിൻ്റെയും മലബാറിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ കടി കിട്ടിയാൽ പിന്നെ ബാക്കിയുണ്ട് നോക്കി. അദ്ദേഹം അവിടെ നിന്നാണ് ഇവിടെ എത്തിപ്പിടിക്കാൻ പറ്റും. മാത്രം ഇത് എവിടെ ഒളിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ ഒളി നോക്കി. നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ വേറൊരു കളർ നോക്കി. ഇത് വേറൊരു കളർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരേ ഇനം ആൾക്കാരിൽ ഒരു കളറിലോ 2 കളറിലോ ഒന്നും അല്ല കാണും. നോക്കി എന്ത് സൈസ് അതിൻ്റെ അമ്മ. എപ്പോഴും നമുക്കൊരു കിങ് കോബ്ര വെച്ചുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരു മൂർക്കിനെ വെച്ച് ഈസി ആയിട്ട് കഴിയും. പക്ഷേ അണലി എപ്പോഴും അപകടം. പക്ഷേ അതിലുപരി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ യാത്രകളിൽ കിട്ടുന്ന അനുഭവങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി നിൽക്കണം. നോക്കി ഇത്രയും വലിയ സൈസുള്ള സാധനങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നാണ് എനിക്കൊരു പിടിക്കുന്നത്. നമ്മൾ തേടിപ്പോയി പറമ്പ് മൊത്തം അരിച്ചുറക്കി കിട്ടും. പക്ഷേ ഇത് എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ഒരു ബൈറ്റ് കിട്ടിയുള്ള അവസ്ഥ. പക്ഷേ വേറെ പ്രത്യേകം എന്താ പറയുക, ഇതും ഒരിക്കൽ തലയും കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു അതിഥിയുടെ ഒരു കട്ടാണ് അദ്ദേഹത്തിൽ കാണുന്നത് കണ്ടോ. പക്ഷേ നിങ്ങൾ ബാക്ക് നോക്കിയ വാല് നോക്കിയ വാലിന് നീളം കുറവ് ഫീമെയിലാണ്. കണ്ടാൽ തല കണ്ടാൽ ഒരിക്കലും അത് ഇത് ഫീമെയിലാണെന്ന് പറയുകയില്ല. നമ്മളുടെ കാല് വെക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് എത്തി ഇവിടെ പിടിക്കുന്നു. അവിടെ നിന്ന് എത്തിയപ്പോൾ നോക്കി ഒരു 5 അടിക്ക് മുകളിൽ എനിക്കൊന്ന് നമ്മുടെ മഹാരാഷ്ട്ര യാത്രകളിലാണ് നമ്മൾ ഏറ്റവും വലിയ അണലിയൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ എൻ്റെ ഓർമ്മ വരുന്നത് ഒരു 12 വർഷങ്ങൾക്ക് മുന്നേ എയർപോർട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഒരു അണലി എന്നെക്കാലം ഹൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് എന്തായാലും അപാരം, ഒരു രക്ഷയില്ല. രണ്ട് 3 വർഷങ്ങളിടയിൽ എനിക്ക് കിട്ടിയ അണലി അതിഥിയിൽ ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്ന, ഏറ്റവും നല്ല പെട്ടെന്ന് നല്ല നീളത്തിൽ ചാർജ് ചെയ്യുന്ന ഒരു അതിഥി. അതിലുപരി എന്തായാലും ഇണയായിട്ടില്ല. പക്ഷേ ഇണ ചേർന്നാൽ ഇദ്ദേഹം നല്ല ഒരു ഗ്രോത്തുള്ള ഒരു അതിഥിയായിട്ട് ഇണ ചേരുകയാണ്. അതിൻ്റെ എന്തായാലും ഒരു 50-ന് മുകളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള കപ്പാസിറ്റി, നല്ല സൈസ്, നല്ല പതിഞ്ഞ വയറ്. ഈ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമോ ഒന്നും ഇതേ ഇണയായിട്ടില്ല. അതിലുപരി എന്തെന്നറിയാമോ, ഇതിൻ്റെ പ്രത്യേകത ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ ഇണയായിരുന്നിരിക്കാൻ പ്രസവിച്ചിരിക്കുക. കാരണം വയറ് നല്ല പതിഞ്ഞു കിടക്കുന്നത്. ഇണയാർന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഡെലിവറി കഴിഞ്ഞ് പ്രസവിച്ച പെണ്ണതിഥികൾക്ക് മാത്രമേ ഈ വയറിങ്ങനെ പതിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും വയറ് പതിയുകയില്ല. തലയുടെ വലുപ്പവും ഷേപ്പും വാലിൻ്റെ അഗ്രഹമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പ്രായം പറയാൻ പറ്റും. ഒരു 10 വർഷത്തിലേറെ പ്രായം വരുന്ന ഒരു ഫീമെയിൽ റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ട എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. വളരെ അപകടമാണ്. ഒരുപാട് പേർക്ക് ഈ വർഷം കടി കിട്ടിയിട്ടുണ്ട്. ഡോറ് പതുക്കെ അടയ്ക്കാൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഈസി ആയിട്ട് ഇത്രയും ദൂരത്തിലൊക്കെ ബൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് അറിയാലോ, നമ്മൾ കണ്ടു നേരത്തെ ബൈറ്റ്.
ആ ബാത്റൂമിനകത്തുനിന്ന് ഏകദേശം ഒരു മീറ്ററോളം, അതിന് ഇദ്ദേഹത്തിന് 1 മീറ്ററിൽ നീളമേ ഉള്ളൂ, പക്ഷേ ആ ചുവര് സപ്പോർട്ടുള്ളതുകൊണ്ട് ബോഡി പതിയുന്നതുകൊണ്ട്, ബോഡി പതിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുതിക്കാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകം. ബോഡി പതിയുമ്പോൾ പെട്ടെന്ന് കുതിക്കാൻ പറ്റും. എന്തായാലും നോക്കിയോ, കണ്ണിൻ്റെ പുറകെ തല കവിൾ വർത്തിക്കുന്നത് നല്ല, ആ ഗ്ലാൻഡിൽ ഫുള്ള് വെനമാണ്. നോക്കിയോ, ഇനിയിപ്പോൾ സ്കിൻ ഷെഡിങ്ങിനായില്ല. ഈ പടം വയ്ക്കുമ്പോൾ കുറച്ചുകൂടി തവിട്ട് കളർ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണും ഒരു ആഷ് കളർ, ഈ ആ തവിട്ട് കളർന്ന ആ പാറ്റേൺ, ആ ചേനയുടെ വട്ടത്തിന് പുറത്ത് കവർ ചെയ്ത് വരുന്ന, ആവരണം കവർ ചെയ്ത് വരുന്നതെല്ലാം ഒരു ആഷ് കളർ വരും. മറ്റതെല്ലാം ഒരു ചെറിയ തവിട് കളർ, ചെറിയ കാപ്പുപൊടി കളറിൽ വരും. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞെട്ടൽ തീരെ ഒതുങ്ങുന്നില്ല. കാരണം നമ്മളൊരു കാര്യം എപ്പോഴും ആവർത്തിക്കുന്നു, എണ ചേരുന്ന സമയത്ത് നിങ്ങൾ പാമ്പുകളെ പേടിക്കേണ്ട കാര്യമില്ല. പാമ്പുകൾ നിങ്ങളെയാണ് ഭയപ്പെടുന്നത്, നമ്മളെയാണ് ഭയപ്പെടുന്നത്. കാരണം എണ ചേരുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനങ്ങിയാണ്. അപ്പോൾ നമ്മൾ എത്ര ദൂരെ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അപകടം ഉണ്ടാവും. ചിലപ്പോൾ അറിയാവുന്ന കയറി ചവിട്ടി കൊടുക്കും. മറ്റേ അനങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അലർട്ടാവും, അവിടെ എന്താ അനങ്ങുന്നുണ്ട്, അത് പാമ്പുകളാണെന്നത് നമ്മൾ മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. മറ്റേ അങ്ങനെയല്ല, വന്ന് ഇതിനകത്തൊക്കെ വന്നിരുന്ന അറിയില്ല, വന്ന് ചവിട്ടും കടിയിട്ടും അപകടമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഒരുപാട് നല്ല ചാർജ് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് എൻ്റെ ഈ തുടയിലേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റും. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത്. പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും, ചേനത്തണ്ടൻ, മണ്ഡലി, രുധിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത്. വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ്. ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു. ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. അണലിയുടെ ശരീരം തവിട്ട് നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത്. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ കൂടുതലായും ഇര തേടിയിറങ്ങുന്നത്. പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ, അണ്ണാൻ, പല്ലികൾ, ഓന്തുകൾ, ചെറുപറവകൾ, തവളകൾ എന്നിവയൊക്കെയാണ്. പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവെ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു. ഇവ വളരെ സാവധാനമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഏകദേശം 1 മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക, മ്യാൻമർ, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു. കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും. അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ പല്ലുകൾ ഇവയ്ക്കുണ്ട്. ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്ക് അല്പം വളവുമുണ്ട്. വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത്. ആയതിനാൽ ഇവയ്ക്ക് ഇരയെ നിഷ്പ്രയാസം വെനം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു. അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ്. ഒറ്റക്കടിയിൽ തന്നെ 2 മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട്. അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. അതിനെ ഹീമോടോക്സിക് എന്ന് പറയും. അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും. ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം വയറുവേദന, ശ്വാസതടസ്സം, ബോധക്ഷയം, രോമകൂപത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും. അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മരണം സംഭവിക്കും.
മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത്. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് 20 മുതൽ 40 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട്. ആദ്യം മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു. അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. നമ്മൾ വാലി പിടിച്ചാൽ പാമ്പിനും സംഭവിക്കാൻ പോകുന്നത്. അഞ്ച് ഒരു പാമ്പിനെ പിടിച്ചിട്ടാണ് 50-60 പേർക്ക് നമ്മളിങ്ങനെ വാലി പിടിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നും പോലും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആരിപ്പയിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അല്ല ലോകത്തിൽ ആദ്യമായിട്ട് വനംവകുപ്പിന് ട്രെയിനിങ് കൊടുത്തത് ഞാനായിരുന്നു. 2006 ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് വനംവകുപ്പിൽ പിന്നെ ഇപ്പോൾ 2 വർഷം കൊണ്ട് ട്രെയിനിങ് നടന്നത്. ആ സമയത്തൊക്കെ 50-60 പേരെ കൊണ്ട് പിടിപ്പിക്കുമ്പോൾ എല്ലാത്തിനും ഇതിൻ്റെ വാലിൽ പിടിച്ച് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഇത് നോക്കിയുള്ളൂ, കൃത്യം നിങ്ങളൊരു സംശയം ഉണ്ടെങ്കിൽ ഇതിനെ തൂക്കി നോക്കുക, ചാക്കിലാക്കി 5 കിലോയ്ക്ക് മുകളിൽ ഭാരം ഉണ്ടാവും. 5 കിലോയ്ക്ക് മുകളിൽ ഭാരം. ഒരു പെരുമ്പാമ്പിനെക്കാളും ചെറിയ ഇടത്തരം ഒരു 4 വയസ്സുള്ള 3 വയസ്സുള്ള പെരുമ്പാമ്പിൻ്റെ പ്രായത്തിലുള്ള 4 വയസ്സുള്ള പ്രായം വന്ന പെരുമ്പാമ്പിൻ്റെ വെയിറ്റ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ചേട്ടാ ചാക്കി ചേരാൻ പോട്ടാ. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുന്നു. വളരെ ഈസി ആയിട്ട്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ പ്രിയപ്പെട്ട അനന്തുവിൻ്റെ വീട്ടിലെ ബാത്റൂമിനകത്തിരുന്ന കൂറ്റൻ അണലിയെപ്പിടിയുടെ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.